ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ അകലങ്ങളും ഉയരങ്ങളും എന്നുള്ള പോർഷനാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിലെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക് എന്താണ്? ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ് ആണ്, അകലങ്ങളും ഉയരങ്ങളും. ഓക്കെ, അപ്പോൾ അതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിലൊരു കുട്ടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ആദ്യം എങ്ങോട്ട് നോക്കുന്നു? സ്ട്രെയിറ്റ് വ്യൂ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? സ്ട്രെയിറ്റ് വ്യൂ അല്ലെങ്കിൽ നേരെയുള്ള നോട്ടം എന്താ പറയാ? നേരെയുള്ള നോട്ടം എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യം ആ കുട്ടി എങ്ങോട്ട് നോക്കുന്നുണ്ട്? നേരെ നോക്കുന്നുണ്ട് അല്ലേ? അതിനുശേഷം ഇവിടെ എന്തുണ്ട്? റൈസ്ഡ് വ്യൂ ഉണ്ട് അല്ലേ? റൈസ്ഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉയർത്തിയ നോട്ടം എന്നാ പറയാ. എന്താ പറയാ? ഉയർത്തിയ നോട്ടം എന്ന് പറയും. ഓക്കെ, അപ്പൊ നേരെയുള്ള നോട്ടമുണ്ട്, ഇവിടെ ഉയർത്തിയ നോട്ടമുണ്ട്. ആ രണ്ട് കോണുകൾക്കിടയിലും ആ രണ്ട് നോട്ടങ്ങൾക്കിടയിലും എന്തുണ്ട്? ഒരു കോണ് കാണാനുണ്ടല്ലോ. ആ കോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ആംഗിൾ ഓഫ് എലിവേഷൻ, അല്ലെങ്കിൽ ഇതിന്റെ മലയാളമാണ് മേൽക്കോൺ. എന്താണ് പറയാ? മേൽക്കോൺ എന്ന് പറയും. അപ്പൊ നേരെ നോക്കുന്നു, മുകളിലേക്ക് നോക്കുന്നു. അപ്പൊ നേരെയുള്ള നോട്ടം എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ മുകളിലേക്കുള്ള നോട്ടം നേരെ മേലേക്ക് ഉണ്ടാവും. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഉണ്ടാവുന്ന ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മേൽക്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ആംഗിൾ ഓഫ് എലിവേഷൻ പോലെ തന്നെ രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള സാധനമാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കുട്ടി എങ്ങോട്ട് നോക്കുന്നു? ആദ്യം നേരെ നോക്കുന്നു. അപ്പൊ ആദ്യം എങ്ങോട്ട് തന്നെ നോക്കുക? എല്ലായ്പ്പോഴും നേരെ തന്നെയാണ് നോക്കുക. ദെൻ ഇവിടെ എങ്ങോട്ടാ നോക്കുന്നത്? ലോവേർഡ് വ്യൂ ആണ്. ലോവേർഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? താഴ്ത്തിയ നോട്ടം എന്നാണ്. ഓക്കെ, താഴ്ത്തിയ നോട്ടം. താഴ്ത്തിയ നോട്ടം. അപ്പോ നേരെ നോക്കുന്നു, അതിനുശേഷം ഇങ്ങോട്ട് നോക്കുന്നു, താഴേക്ക് നോക്കുന്നു. കുട്ടി എവിടെ കയറി നിൽക്കുന്നത്? ഒരു ലൈറ്റ് ഹൗസ്. ഇതൊരു ലൈറ്റ് ഹൗസ് അല്ലേ? അപ്പൊ ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ കുട്ടി ഇങ്ങോട്ട് നോക്കുകയാണ്. ദൂരേക്ക് നോക്കുമ്പോൾ അകലെ ആയിട്ട് എന്ത് കാണുന്നു? ഒരു കപ്പൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കപ്പൽ കാണുന്നതിന് മുന്നേ ആദ്യം കുട്ടി നേരെ നോക്കുന്നു, അതിനുശേഷം കപ്പലിലേക്ക് നോക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ എന്ന് വിളിക്കും. എന്താ പേര് വിളിക്കുക? കീഴ്ക്കോൺ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ. അപ്പൊ നേരെ നോക്കുന്നു, മുകളിലേക്ക് നോക്കുന്നു, ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോൺ. നേരെ നോക്കുന്നു, താഴേക്ക് നോക്കുന്നു, ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ. ഈ കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. നമുക്ക് നേരെ നമ്മളുടെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. Okay, a man 1.7 meter tall, standing 10 meters away from the foot of a tree, sees the top of the tree at an angle of elevation 40 degree. What is the height of the tree? എന്താണ് ഇതിന്റെ മലയാളം? 1.7 മീറ്റർ ഉയരമുള്ള ഒരാൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നും 10 മീറ്റർ അകലെ നിന്ന് മരത്തിന്റെ മുകൾ ഭാഗം 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. മരത്തിന്റെ ഉയരം എത്രയാണ്? അപ്പൊ ഞാൻ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, നോക്കുക. ഈ ചിത്രത്തില് ഈ കാണുന്നതാണ് നമ്മൾ എന്ത്? മരം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് എത്ര മീറ്റർ അകലെ കുട്ടി നിൽക്കുന്നത്? 10 മീറ്റർ അകലെ ഇവിടെ ആയിട്ട് ആര് നിൽക്കുന്നുണ്ട്? കുട്ടി നിൽക്കുന്നുണ്ട്. ഇതാണ് കുട്ടി. ഓക്കെ, ഈ കുട്ടിയുടെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട് 1.7 മീറ്റർ ആണ്. ഓക്കെ, ഈ കുട്ടി ആദ്യം ഇങ്ങടായി നോക്കിയിട്ടുണ്ടാവും, നേരെ നോക്കിയിട്ടുണ്ടാവും. ആ നോട്ടത ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ, ഇല്ലേ? അതിനുശേഷം ഇങ്ങോട്ട് നോക്കി, കുട്ടി മുകളിലേക്ക് നോക്കി, ആ മുകളിലേക്കുള്ള നോട്ടം ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ നമ്മളുടെ ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ മേൽക്കോണ് കണ്ടിട്ടുണ്ടാവും. അത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മരത്തിന്റെ ഉയരമാണ് അല്ലെ? അപ്പൊ നോക്കുക, ഇത് 10 മീറ്റർ ആണെങ്കിൽ ഈ കാണുന്നതും എത്ര തന്നെ വരിക? 10 മീറ്റർ തന്നെ വരിക അല്ലെ? അപ്പൊ ഈ കുട്ടിയുടെ ഉയരം 1.7 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ നീളം എത്ര തന്നെ വരിക? 1 മീറ്റർ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി അതിനൊരു പേര് കൊടുക്കാൻ പോവാണ്. നമ്മൾ ചിത്രത്തിന് ആൻസർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? പേര് കൊടുക്കണം. ഞാനിവിടെ ഏറ്റവും മേലെ ഞാൻ എ എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു, സി ഡി ഇ. ഓക്കെ, ABCDE എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചിത്രത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളുടെ മരത്തിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറയുന്നത് AC ആണ് അല്ലെ? AC എന്ന് പറയുന്നത് എന്താണ്? AB-യും അതുപോലെ തന്നെ BC-യും കൂടി കൂട്ടിയാലാണ് എന്ത് കിട്ടുക? AC കിട്ടുക. രണ്ട് കഷ്ണമായിട്ടല്ലേ? 1.7 മീറ്ററും പിന്നെ AB എന്ന് പറയുന്നത്. അപ്പൊ AB നമുക്കറിയില്ല, AB കണ്ടുപിടിക്കണം. AB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ത്രികോണത്തിനെ പരിഗണിക്കുവാണ്. ത്രികോണം ABC എന്ന് പറയുന്ന ത്രികോണം, ABE എന്ന് പറയുന്ന ത്രികോണം. ഓക്കെ ആണല്ലോ? ഈ
ABE എന്ന് പറയുന്ന ത്രികോണത്തിൽ 40 ഡിഗ്രീന്റെ എതിരെ കിടക്കുന്ന വശമാണ് മരം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AB എന്ന് പറയുന്നത് അല്ലെ. അതിന് പകരമായിട്ട് നമുക്ക് ആരെ തന്നിട്ടുണ്ട്? ഈ 10 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ എതിർവശം സമീപവശം, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റും അഡ്ജസന്റ് സൈഡും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആര് ഉപയോഗിക്കണം? ടാൻ ഉപയോഗിക്കണം. സോ ടാൻ 40 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ടാൻ 40 ഡിഗ്രി സമം എതിർവശത്തിന്റെ പേരാണ് AB അല്ലെ. എതിർവശത്തിന്റെ പേര്, ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് AB എന്നാണ്. അഡ്ജസന്റ് സൈഡ്, സമീപവശത്തിന്റെ പേര് EB എന്നാണ്. ആണല്ലോ. ഈ ടാൻ 40ന്റെ വാല്യൂ 0.84 ആണ്. സമം AB നമുക്കറിയില്ല, അങ്ങനെ തന്നെ 2 ഹരിക്കണം EB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് AB കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0.84 ഇൻറ്റു 10 ആയിട്ട് മാറും അല്ലെ. ഇവിടെ ഹരിക്കണം 10, ഡിവൈഡഡ് ബൈ 10, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 10 ആയിട്ട് മാറും. സോ ദ ആൻസർ ഈസ് 8.4 മീറ്റർ. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാം? നമ്മളുടെ ഹൈറ്റ് ഓഫ് ട്രീ കണ്ടുപിടിക്കാം. എന്താണ് ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്? AB എന്ന് പറയുന്നത് 8.4 ആണ്. പ്ലസ് BC എന്ന് പറയുന്നത് 1.7 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10.1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത്രയും മീറ്റർ ആണ് നമ്മളുടെ മരത്തിന്റെ ഉയരം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 25 meters high sees a boat at an angle of depression 35 degree. How far is the boat from the foot of the lighthouse? അപ്പോൾ തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കുകയാണ്. ഓക്കെ, ആളുടെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 1.8 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ആളെന്ന് വിചാരിച്ചോ, ഇത്രയുണ്ട് ആള്. ഓക്കെ, ഈ ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. പിന്നെ ഇയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.8 ആണ് അല്ലേ. ഇനി ഇയാള് ആദ്യം ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടാവും, നേരെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ആരോ മാർക്ക് നേരെ വിട്ടിട്ടുണ്ട്, നേരെ നോക്കുന്ന ആരോ മാർക്ക് ഇല്ലേ. ദെൻ അയാൾ ഇവിടെ താഴെ എന്തുണ്ട്? ഒരു ഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബോട്ട് ഉണ്ട്. ആ ബോട്ടിലേക്ക് നോക്കി. ആ ആംഗിളും ഞാനിവിടെ, അല്ല, ആ നോട്ടവും വ്യൂ ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഇല്ലേ. അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് 35 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഹൗ ഫാർ ഈസ് ദ ബോട്ട് ഫ്രം ദ ഫൂട്ട് ഓഫ് ദി ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസിന്റെ അടിഭാഗത്തു നിന്നും എത്ര അകലെയാണ് ബോട്ട് നിൽക്കുന്നത് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഇതിനൊരു പേര് കൊടുക്കുന്നുണ്ട്. എന്താ പേര് കൊടുക്കുക? ABCD നമ്മളുടെ സ്ഥിരം പേരിനെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഏറ്റവും മേലായിട്ട് A കൊടുത്തു, ഇവിടെ ഞാൻ B കൊടുത്തു, താഴെ ഞാൻ C, ഇവിടെ D കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ പരിഗണിക്കാൻ പോകുന്ന ത്രികോണത്തിന്റെ പേര് ത്രികോണം ACD ആണ്. ഏതാണ് ത്രികോണം? ത്രികോണം ACD. ആ ത്രികോണം ACDയിൽ ACന്റെ നീളം നമുക്കറിയാം. ACന്റെ നീളം എത്രയാണ്? 25 ഉണ്ട്, 1.8 ഉണ്ട്, 26.8 മീറ്റർ ആണ് അല്ലേ. ഇനി നോക്കുക, ഇവിടെ ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ A എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാണ് നമുക്ക് നോക്കി നോക്കിയാലോ. ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാണ് അവിടെ വരിക? ടോട്ടൽ അവിടെ 90 ഡിഗ്രിയാണ്. അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യുക? 35 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 55 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലേ. ഇതവിടെ ഈ കിടക്കുന്ന എന്താണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിൽ 35 പോയി കഴിഞ്ഞാൽ ബാക്കി 55 ഉണ്ടാവില്ലേ. ഈ 55 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ടാൻ എടുക്കുക. ടാൻ 55 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് CD, അഡ്ജസന്റ് സൈഡിന്റെ പേര് AC. ഓക്കെ, ടാൻ 55ന്റെ വാല്യൂ 1.43 ആണ്. ഈക്വൽ ടു CD നമുക്കറിയില്ല, CD നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. CD ഡിവൈഡഡ് ബൈ ACന്റെ നീളം നമുക്കറിയാം. AC എത്രയാണ്? 26.8 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് CD കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 1.43 ഇൻറ്റു 26.8 അല്ലേ. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആൻസർ ആയി നമുക്ക് എത്രയാണ്? 38.324 മീറ്റർ അകലെയാണ് ആര്? നമ്മളുടെ ബോട്ട് കിടക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇനിയാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? എ ബോയ്
സൂര്യൻ അല്ലേ, ദ സൺ ഈസ് സീൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി, ദ ലെങ്ത് ഓഫ് ദ ട്രീസ് ഷാഡോ ഈസ് 18 meters. What is the height of the tree? Okay, what would be the length of the shadow when the sun is at an elevation of 80 degree? അപ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യം, സൂര്യൻ 40 ഡിഗ്രി എലിവേഷനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിന്റെ നിഴലിന്റെ നീളം 18 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സൂര്യൻ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? 40 ഡിഗ്രിയിലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഈ നിഴലിന്റെ നീളം, അപ്പോൾ സൂര്യൻ ഇവിടെ അങ്ങനെ മേലെ നിൽക്കുന്നുണ്ടാവും, ഏറ്റവും മേലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലേ, അവിടേക്കായിട്ട് സൂര്യൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിഴൽ വരുമ്പോൾ 40 ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ നിഴലിന്റെ നീളം എത്രയാണ്? 18 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മരത്തിന്റെ ഉയരം എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പേര് കൊടുക്കുക, എ ബി സി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടി വരും? ത്രികോണം എ ബി സിനെ പരിഗണിക്കുക അല്ലേ. tan 40 ഡിഗ്രി എടുക്കുക. tan 40 ഡിഗ്രി സമം എതിർവശം എ ബി ആണ് അല്ലേ, എതിർവശം ബൈ സമീപവശം സി ബി ആണ് ആണല്ലോ. tan 40ന്റെ വാല്യൂ 0.84 സമം എ ബി നമുക്കറിയില്ല, എ ബി അങ്ങനെ തന്നെ നിർത്തി ബൈ 18 അല്ലേ. സി ബി എന്ന് പറയുന്നത് 18 ആണ്. ഇതിൽ നിന്ന് എ ബിന്റെ നീളം നമുക്ക് കണ്ടുപിടിച്ചൂടെ? എ ബി സമം 0.84 ഇൻറ്റു 18 ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. 0.84 നമുക്ക് 18 കൊണ്ട് വിളിച്ച് നോക്കാം. ഓക്കെ, 84 ഇൻറ്റു 18, 4 8 32 2, ബാക്കി 3, 8 64 3 67, 1 4 4, 1 8 8, അപ്പം 2 വരും. 7 4 11, ബാക്കി 1, 8 7 15. അപ്പോൾ ഉത്തരം എത്ര വരിക? 15.12 മീറ്റർ അല്ലേ, 15.12 മീറ്റർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദി ലൈറ്റ് ഓഫ് ദി ഷാഡോ, ലെങ്ത് ഓഫ് ദി ഷാഡോ when the sun is at an elevation of 80 ഡിഗ്രി. അപ്പോൾ സൂര്യൻ കുറച്ചും കൂടി ഇങ്ങനെ മേലേക്ക് എവിടേക്ക് വന്നു? ഏകദേശം ഈ പോയിന്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഷാഡോ കിടക്കുന്നത് ഇത്രയും ദൂരത്തേക്കായിരിക്കും. ആ പോയിന്റിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എലിവേഷൻ എത്രയാണ്? 80 ഡിഗ്രിയാണ്. മേൽക്കോണ് 80 ഡിഗ്രിയിലാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലെങ്ത് ഓഫ് ദി ഷാഡോ എത്രയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ത്രികോണം എന്ന് പറയുന്നത് ത്രികോണം എ ബി ഡി ആയിട്ട് മാറിയിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 80ന്റെ എതിർവശം എ ബി നമുക്ക് അറിയാം. അപ്പോൾ 15.12 ആണ് അല്ലേ. നമുക്ക് ഡി ബി കണ്ടുപിടിച്ചാൽ പോരെ. അതിനും നമ്മളിവിടെ ടാൻ എടുക്കും. ടാൻ 80 ഡിഗ്രി സമം എതിർവശത്തിന്റെ പേര് എ ബി ആണ്, സമീപവശത്തിന്റെ പേര് ഡി ബി ആണ് അല്ലേ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ടാൻ 80ന്റെ വാല്യൂ എന്ന് പറയുന്നത് 5.67 ആണ്. സമം എ ബി നമുക്കറിയാം 15.12 ബൈ ഡി ബി നമുക്കറിയില്ല, ഡി ബിനെ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ ഹരിക്കണം. ഡി ബി എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 5.67 ഇൻറ്റു ഡി ബി സമം 15.12 എന്നായിട്ട് മാറി. ഇതിൽ നിന്ന് ഡി ബി കണ്ടുപിടിക്കാൻ 15.12 ഹരിക്കണം 5.67 എന്നായിട്ട് മാറി. ഓക്കെ, ഇതിന് ആ പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ 1512 ഹരിക്കണം 567 എന്നായിട്ട് മാറും. ഓക്കെ, 1512 ഹരിക്കണം 567 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2.67 മീറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം പറയുന്നത്? ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ സീസ് ദ ഫുട്ട് ഓഫ് എ ഷോപ്പ് 30 meters away അറ്റ് an angle of depression 25 degree. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ഇതാണല്ലോ പറയുന്നത്. അപ്പോൾ അതിന് മലയാളം, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ ഒരു 30 മീറ്റർ അകലെയുള്ളൊരു കടയുടെ അടിഭാഗം 25 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു കട ഉണ്ട്. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മളുടെ ബിൽഡിങ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ചെറുക്കൻ എന്ത് ചെയ്യാണ്? അവിടെ വന്നിട്ട് നോക്കുമ്പോൾ 25 ഡിഗ്രി കീഴ്ക്കോണില് 30 മീറ്റർ അകലെയുള്ള ഒരു കട കണ്ടു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ എ ബി സി എന്ന് പറയുന്ന പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എ ബി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്, രണ്ട് സമാന്തര വരകളെ ഒരു ഛേദകം അല്ലെങ്കിൽ ഒരു വര വന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈന് വന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന രണ്ട് കോണുകളാണ് ഇതാ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് കോണുകൾ, ആംഗിൾസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മറുകോണുകൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക, മറുകോണുകൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് വിളിക്കും. ആൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്നും ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്നൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ ഈ ആംഗിളിനെ പറ്റിയിട്ട് നമുക്കൊരു ഓർമ്മ വേണം. ഇനി നോക്കാം നമുക്ക് ആ ആംഗിളിനെ എപ്പോഴാണ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതാ ഇത് 25 ഡിഗ്രിയാണ്. ഈ രണ്ട് ലൈൻസ് നോക്കുക, എന്താണ്, പാരലലാണ്, സമാന്തരമാണ്. ഇതാ ഈ കോൺ 25 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ കോൺ എന്തായിരിക്കും, 25 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം ത്രികോണം എ ബി സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. ഓക്കെ, ഇനി നോക്കാം ത്രികോണം എ ബി സിയിൽ ടാൻ 25 ഡിഗ്രി സമം ഈ 25 ഡിഗ്രീൻ്റെ എതിർവശമാണ് എ ബി അല്ലേ, സമീപവശം അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡാണ് ബി സി. ടാൻ 25ൻ്റെ വാല്യൂ 0.47 ആണ്, സമം എ ബിൻ്റെ സ്ഥാനത്ത് എ ബി എന്ന് എഴുതി, ബി സിൻ്റെ സ്ഥാനത്ത് ഞാൻ 30 എഴുതി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി സമം 0.47 ഇൻറ്റു 30. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0, 7, 21, ബാക്കി 2, 4, 3, 12, 14 മീറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ദ തേർഡ് ക്വസ്റ്റ്യൻ. From the top of an electric post, 2 wires are stretched to either side and attached to the ground, making angles 55 degree and 45 degree with the ground. The distance between the feet of the wires is 25 meters. What is the height of the post? ഇതിൽ 45 ഡിഗ്രി അല്ല കേട്ടോ, ഇതിൽ 40 ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു വൈദ്യുതി തൂണിൻ്റെ മുകളറ്റത്ത് നിന്നും 2 ഇരുമ്പ് കമ്പികൾ ഇരുവശത്തേക്കുമായി വലിച്ച് ഗ്രൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വലിച്ചു കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിത്രം കാണാനുണ്ടാവും. ഇത് നമ്മൾ ഇലക്ട്രിക് പോസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ഇരുമ്പ് കമ്പികൾ 2 സൈഡിലേക്കും വലിച്ചു കെട്ടി താഴത്തേക്ക് ഗ്രൗണ്ടിലേക്ക്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന കോണുകൾ എന്ന് പറയുന്നത് 55 ഡിഗ്രിയും അതുപോലെ തന്നെ എത്ര ഡിഗ്രിയാണ്, 40 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ്. അതിലൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇവ തമ്മിലുള്ള അകലം എത്രയാണ്, ടോട്ടൽ 25 മീറ്റർ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഇതിനൊരു പേര് കൊടുക്കാം. ആദ്യം ഞാനിവിടെ എ ബി സി നടുവിൽ ഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, വൈദ്യുതി തൂണിൻ്റെ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഉയരം കണ്ടുപിടിക്കേണ്ടത് ഉയരത്തിന് നമ്മൾ എച്ച് ആയിട്ട് എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഏത് ത്രികോണത്തെ പരിഗണിച്ചാലും ഒരു വശം നമുക്ക് ഇതിൽ തന്നിട്ടില്ല. ഇത് ബി സി എന്ന് പറയുന്ന ഫുൾ ലെങ്ത് ആണ് എത്ര, 25 മീറ്റർ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബി ഡിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് കൊടുക്കാം. ഡി സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, 25 മൈനസ് എക്സ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെയും എച്ചിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഹൈറ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 2 ത്രികോണങ്ങൾ എന്ത് ചെയ്യാം, പരിഗണിക്കാം. ആ 2 ത്രികോണങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, 2 ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പരിഗണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ത്രികോണം എ ബി ഡിനെയാണ്. ഇതിനെ പരിഗണിക്കുന്നത് എ ബി ഡി. ഓക്കെ, അപ്പോൾ എ ബി ഡിയിൽ ഞാൻ ടാൻ 55 ഡിഗ്രി എടുത്തു. ടാൻ 55 ഡിഗ്രി സമം എതിർവശത്തിൻ്റെ പേര് എ ഡി എന്നാണ്, സമീപവശത്തിൻ്റെ പേര് എക്സ് ആണ്, സോറി എത്രയാണ്, ബി ഡി ആണ് അല്ലേ, ബി ഡി ആണ്. ഓക്കെ, എ ഡി ബൈ ബി ഡി. ഇനി ടാൻ 55ൻ്റെ വില നമുക്കറിയാം 1.43 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ ഡിൻ്റെ സ്ഥാനത്ത് ഞാൻ എച്ച് എന്ന് എഴുതി, ബി ഡിൻ്റെ സ്ഥാനത്ത് ഞാൻ എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ എച്ചിനെ അവിടെ നിർത്തിയിട്ട് ഈ എക്സിനെ നേരെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം എന്തായി, എച്ച് സമം 1.43 എക്സ് എന്നായി. ഇതിനെ ഞാൻ ഒന്നാമത്തെ സമവാക്യമായിട്ട് എടുത്തു.
ഓക്കെ, രണ്ടാമത് ഞാൻ ത്രികോണം ACD എന്ത് ചെയ്തു, പരിഗണിച്ചു. ഏതാണ് ത്രികോണം ACD, അതായത് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ത്രികോണം. അതിലൂടെ നമ്മൾ എതിരെടുക്കേണ്ടത് ടാൻ 40 ഡിഗ്രി എടുത്തു. ടാൻ 40 ഡിഗ്രി സമം എതിർവശത്തിന്റെ പേര് എന്ത് തന്നെയാണ്, AD എന്ന് തന്നെയാണ്. സമീപവശത്തിന്റെ പേര് എന്താണ്, DC ആണ് അല്ലെ. ഇനി ടാൻ 40ന്റെ വില എന്ന് പറയുന്നത് 0.84 ആണ്. സമം ADന്റെ സ്ഥാനത്ത് ഞാൻ H തന്നെ എഴുതി, DCന്റെ സ്ഥാനത്ത് ഞാൻ 25 - x എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കാം 0.84. ഇവിടെ നമ്മൾ താഴത്തുള്ള എക്സിനെ, ഡിനോമിനേറ്ററിലുള്ള എക്സിനെ പ്രതി കൊണ്ടുവന്ന പോലെ തന്നെ ഇവിടെ 25 - x നമുക്ക് എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറും, H സമം 0.84 ഇൻറ്റു 25 - x എന്നായിട്ട് മാറും. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഈ 0.84 രണ്ട് പേർക്ക് ഒരേപോലെ അവകാശപ്പെട്ടതാണ്. രണ്ട് പേർക്ക് ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യണം, വീതിച്ചു കൊടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 0.84 ഇൻറ്റു 25 മൈനസ് 0.84 ഇൻറ്റു എക്സ് എന്നായിട്ട് വരും. ഓക്കെ, സോ H is equal to 0.84 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക 21 ആണ്. മൈനസ് 0.84 എക്സ്. ഇതിന് നമ്മൾ രണ്ടാമത്തെ സമവാക്യമായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടി. ആ രണ്ട് സമവാക്യങ്ങളുടെയും ലെഫ്റ്റ് സൈഡ് എന്താണ്, സെയിം ആണ്. അല്ലെങ്കിൽ LHS എന്താണ്, സെയിം ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ ആ രണ്ട് ഇക്വേഷനുകളിൽ നിന്ന് നമ്മൾ എഴുതാൻ പോവാണ് ഫ്രം 1 and 2. ഫ്രം 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡ് എന്താണ് 1.43x is equal to, ഇനി രണ്ടാമത്തെ റൈറ്റ് സൈഡ് എന്താണ് 21 - 0.84x. ഓക്കെ, ഇതാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ. രണ്ടിന്റെയും റൈറ്റ് സൈഡിലാണ് കേട്ടോ. ഫസ്റ്റത്തേൽ നമ്മൾ 1.43x എഴുതി, ഈക്വലിന്റെ അപ്പുറത്തെ സൈഡിൽ 21 - 0.84x എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഈ ഇക്വേഷന്റെ പ്രത്യേകത, ആകെ അതിൽ വേരിയബിൾ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. നേരത്തെ ഇക്വേഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എക്സ് ഉണ്ടായിരുന്നു, എച്ച് ഉണ്ടായിരുന്നു ഇല്ലേ. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ട് എക്സ് ഉള്ള ആൾക്കാരൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, വിച്ച് മീൻസ് ഈ കിടക്കുന്ന ആളെ നേരപ്പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, സോ 1.43x ഇസ് മൈനസ്, അല്ല എന്താ വരിക, പ്ലസ് ആ വരിക. ഇവിടെയുള്ള മൈനസ് നേരെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, പ്ലസ് ആവും അല്ലേ. 0.84x സമം 21 എഴുതാം. ഇതിൽ കൂടെ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 ആണ്. 4ഉം 8ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 12 ആണ്. ബാക്കി 1 ഉണ്ടാവും. അപ്പോൾ 2.27x സമം 21 എന്ന് കിട്ടും. കിട്ടില്ലേ? ഇതൊന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് സമം 21/2.27 വരും. വരില്ലേ? ഇനി മേലെയും താഴെയും നമ്മൾ എത്രയും കൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഗുണിച്ചാലാണ് ഈ പോയിന്റ് പോവുക അല്ലേ. പോയിന്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുണിക്കുമ്പോൾ 2100 ഹരിക്കണം 227 എന്നായിട്ട് മാറും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, 9.25 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സിന്റെ വില കിട്ടി. കിട്ടിയില്ലേ? ഇനി നമ്മൾ ഒന്നാമത്തെ സമവാക്യം ഒന്നുകൂടി എഴുതാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ട് ഒന്നാമത്തെ സമവാക്യം എഴുതുന്നത്, നമുക്ക് എക്സ് ഒന്നല്ല കിട്ടുന്നത്, നമുക്ക് എന്താ കിട്ടേണ്ടത്, എച്ചിന്റെ വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ. എച്ചിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് H is equal to 1.43x, ഇതല്ലേ നമ്മളുടെ ഒന്നാമത്തെ സമവാക്യം. ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 9.25 എന്ന് പറയുന്ന വില ഇട്ട് കൊടുക്കാം. 1.43 ഇൻറ്റു 9.25. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 13.2275 മീറ്റർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. സോ നമ്മളുടെ ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ് is equal to 13.23 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. ഓക്കെ ആണല്ലോ. എ പേഴ്സൺ 1.75 meter tall standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degree. From the top of the tower he sees it at an elevation of 50 degree. Calculate the heights of the tower and the height of the hill. ഇതാണ് ചോദ്യം. ഓക്കെ, 1.75 മീറ്റർ ഉയരമുള്ള ഒരാള് ഒരു
ഗോപുരത്തിന്റെ ചുവട്ടിൽ നിന്നും 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മളുടെ ടവർ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഗോപുരം. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ ഹിൽ എന്നും കൺസിഡർ ചെയ്തോളി. ഓക്കെ, ഇത് ഹില്ലാണ്, ഇപ്പുറത്തുള്ളത് എന്താണ്, ടവറാണ്. ഓക്കെ, ഇതിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ആള്, ഇതിന്റെ ചുവട്ടിൽ ഒരാൾ നിന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, 1.75 മീറ്റർ ഉയരമുള്ള ഒരാള് ഇതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഈ കുന്നിന്റെ മുകൾ ഭാഗം എത്ര ഡിഗ്രി എലിവേഷനിൽ കണ്ടു, 60 ഡിഗ്രി എലിവേഷനിൽ കണ്ടു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഫ്രം ദ ടോപ്പ് ഓഫ് ദി ടവർ ഹി സീസ് ഇറ്റ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 50 ഡിഗ്രി. ഈ ചെങ്ങായി ഈ ഗോപുരത്തിന്റെ മുകളിൽ കയറി, 1.75 മീറ്റർ ഉയരമുള്ള ചെങ്ങായി ഇതിന്റെ മുകളിൽ കയറി. ഇപ്പൊ ഈ നിൽക്കുന്നതാണ് അയാളെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അയാൾ എത്ര ഡിഗ്രിയിലാണ് കണ്ടത്, 50 ഡിഗ്രിയിലാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ ആൻഡ് ദ ഹിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഹില്ല്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, എത്ര മീറ്റർ ആണ്, 40 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം ഈ സാധനത്തിന് നമ്മൾ എന്ത് കൊടുക്കണം, പേര് കൊടുക്കണം. ഒരു പരപ്പിന് നമുക്ക് പേര് കൊടുക്കാനുണ്ട്, നമുക്ക് എന്തായാലും കൊടുത്തു നോക്കാം. ഞാൻ ഏറ്റവും മേലെന്ന് എയിൽ നിന്ന് തുടങ്ങി, ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു, സി എന്ന് കൊടുത്തു, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ഇത്രയും പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദ ഹില്ലും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദി ടവറും കണ്ടുപിടിക്കണം. ഇയാളുടെ ഹൈറ്റ് 1.75 ആണല്ലോ, അത് ഇവിടെ എത്ര തന്നെ വരിക, 1.75 ആണ് വരിക. അതുപോലെ തന്നെ ഇവിടെ എത്ര തന്നെ വരിക, 1.75 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. ഹൈറ്റ് കണ്ടുപിടിക്കാൻ, ഹൈറ്റ് ഓഫ് ദ ഹില്ല് കണ്ടുപിടിക്കാൻ എ മുതൽ ഇ വരെയുള്ളതാണ് ഹൈറ്റ്, അല്ലെ? എ മുതൽ ഇ വരെയുള്ളതാണ് ഹൈറ്റ്. ഈ എ മുതൽ ഇ വരെയുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എ മുതൽ ഡി വരെയുള്ളത് കണ്ടുപിടിക്കാം. അവിടെ ഒരു മട്ടത്രികോണം പരിഗണിക്കാം, ഇല്ലേ? ഏതാണ് മട്ടത്രികോണം, എ ഡി ജി എന്ന് പറയുന്ന ഒരു മട്ടത്രികോണം പരിഗണിക്കാം. ക്ലിയർ ആണല്ലോ? ഏതാണ് ത്രികോണം, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന ഈ മട്ടത്രികോണത്തിൽ നമുക്ക് പരിഗണിച്ചൂടെ? ആ മട്ടത്രികോണത്തിൽ എ ഡിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ അതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി, 1.75 കൂട്ടി കഴിഞ്ഞാൽ നമ്മളുടെ ഹൈറ്റ് ഓഫ് ദ ഹില്ലായി. ഓക്കെ, ഞാൻ ഈ വൃത്തികേടായിട്ട് വരച്ചുള്ള സാധനം ഞാൻ ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ എന്നിട്ട് ആ ട്രയാങ്കിൾ പരിഗണിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എ ഡിയുടെ നീളം കണ്ടുപിടിക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നോക്കുക, ഈ സാധനത്തിന്റെ നീളം എത്രയാണ്, ഈ ഡി ജി അല്ലെങ്കിൽ ജി ഡി എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് ആലോചിക്കണം, 40 മീറ്റർ ആണ്. ഇവിടെ എത്ര മീറ്റർ ആണ്, 40 മീറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം, നമ്മൾ നേരെ സാധനം പരിഗണിക്കാൻ പോവാണ്. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ത്രികോണത്തിനെ പരിഗണിക്കുന്നു. ഏതാണ് ത്രികോണം, ത്രികോണം എ ഡി ജി എന്ന് പറയുന്ന ത്രികോണത്തെ പരിഗണിക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതിലൊരു കോൺ എത്രയാണ്, 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ഓർമ്മയിൽ വന്നാൽ അപ്പൊ തന്നെ നമുക്ക് എന്തുകൂടി ഓർമ്മയിൽ വരണം, നമ്മളുടെ റേഷ്യോ ഓർമ്മയിൽ വരണം. 30, 60, 90, 1:√3:2 അല്ലേ? ഇനി നോക്കാം, ഇതിൽ നിന്ന് നമുക്ക് ഏതോ ഒരു സൈഡ് എത്രയാണ്, 40 മീറ്റർ ആണ്. ഇത് 60 ആണ്. ഇത് എത്രയാണ് ഇവിടെ വരിക, ഇവിടെ നമുക്ക് 90 വരും. ഈ കോണളവ് എന്ന് പറയുന്നത് എത്ര വരിക, 30 ഡിഗ്രിയാണ് വരിക, അല്ലേ? അപ്പൊ ഈ 30-നെതിരെ ഇവിടെ എത്ര കിടക്കുന്നുണ്ട്, 40 മീറ്റർ എന്ന് കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 30-ന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് 40 മീറ്റർ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 60-ന്റെ എതിരെ 40√3 എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ 90-നെതിരെ 80 ആണ് വരിക, അല്ലേ? നമുക്കിതിൽ ഏതാ വേണ്ടത്, ഈ 60-ന്റെ ഓപ്പോസിറ്റ് ആണ് ആര് കിടക്കുന്നത്, ഈ പറയുന്ന എ ഡി എന്ന് പറയുന്ന വശം കിടക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എ ഡി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 60-ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 40√3 ആണ്. ആയതുകൊണ്ട് എ ഡി സമം 40√3. എന്നിട്ട് നമുക്കൊന്ന് മാറ്റാം, 40 × √3-ന്റെ വില 1.73 ആണ്, അല്ലേ? ഗുണിച്ചു കഴിഞ്ഞാൽ 0, 4 3 12 2, ബാക്കി 1, 4 7 28 1 29 9, ബാക്കി 2, 1 4 4 2 6. അപ്പൊ 69.20 എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് എ ഡിക്ക് കിട്ടില്ലേ? എ ഡി ആണോ നമ്മളുടെ ഹൈറ്റ് ഓഫ് ദ ഹിൽ എന്ന് പറയുന്നത്? അല്ല, എ മുതൽ ഇ വരെ ഉണ്ട്, ഇല്ലേ? അപ്പൊ എ ഇ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ ഇ സമം നമുക്ക് എന്ത് എഴുതാം, എ ഡിന്റെ കൂട്ടത്തിൽ എന്തുകൂടി കൂട്ടണം, ഡി ഇ കൂടി കൂട്ടണം. അപ്പൊ എ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം 69.20 ആണ്, പ്ലസ് 1.75 കൂടി കൂട്ടാം. ഓക്കെ, 0 5 5 2 7 9 9 1 10. അപ്പൊ 70.95 മീറ്റർ ഉയരമുള്ള ഒരു വലിയൊരു
മലയാണ് അല്ലെങ്കിൽ ഒരു കുന്നാണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കണം? ഹൈറ്റ് ഓഫ് ദി ടവർ കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് എച്ച് മുതൽ എഫ് വരെയുള്ളതാണ് ഹൈറ്റ് ഓഫ് ദി ടവർ അല്ലേ? ഇതിന് മുകളിൽ കയറിക്കുന്ന ഇത് അത് ചങ്ങായിയുടെ ഹൈറ്റ് അല്ലേ? എച്ച് ഐ എന്ന് പറയുന്നത് എന്താണ്? ആ ചങ്ങായിയുടെ ഹൈറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് ഇത് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലല്ലോ. ഇനി നോക്കാം, നമുക്ക് എച്ച് എഫിന് സമാനമായിട്ടുള്ള അകലമാണ് ഇവിടെ ഏതിലൊക്കെ കിടക്കുന്നത്? ഈ കിടക്കുന്ന സിഇയിൽ കിടക്കുന്നത് അല്ലെ? അപ്പൊ ഈ സിഇ കണ്ടുപിടിച്ചാൽ എച്ച് എഫിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. സിഇ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എ ഇ നമ്മുടെ കയ്യിലുണ്ട്. എയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? എ സി മൈനസ് ചെയ്താൽ മതി. പോരെ? എയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? എ സി മൈനസ് ചെയ്താൽ മതി. അതിൽ എ സി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എ ബി മാത്രം കണ്ടുപിടിച്ചാൽ പോരെ? എ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മട്ടത്രികോണം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏതാ മട്ടത്രികോണം? എ ബി ഐ എന്ന് പറയുന്ന മട്ടത്രികോണം അല്ലേ? ആ മട്ടത്രികോണം പരിഗണിക്കുക. എ ബി ഐ എന്ന് പറയുന്ന മട്ടത്രികോണം പരിഗണിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ പരിഗണിക്കാൻ പോവാണ് മട്ടത്രികോണം എ ബി ഐ അല്ലെ? അബി എന്ന് വായിക്കാം. എ ബി ഐ അബി അല്ലെ? അതില് ഒരു വശം നമുക്കറിയാം ഏതാണ്? താഴത്തെ വശം എത്ര മീറ്റർ ആണ്? 40 മീറ്റർ ആണ്. ഇവിടെ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? നമുക്കിതിലെ ഈ 50ന്റെ എതിർവശമായിട്ടുള്ള എ ബിനെയാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പൊ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ടാൻ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി സമം എതിർവശത്തിന്റെ പേര് എതിർവശത്തിന്റെ പേര് എ ബി ആണ് അല്ലെ? എ ബി ബൈ ഐ ബി എന്ന് എഴുതാം. എഴുതിക്കൂടെ? ക്ലിയർ ആണല്ലോ. ഇനി ടാൻ 50ന്റെ വില എന്ന് പറയുന്നത് 1.19 ആണ്. 1.19 സമം എ ബിന്റെ വാല്യൂ നമുക്കറിയില്ല. എ ബിനെ അങ്ങനെ തന്നെ നിർത്തി. ഐ ബിന്റെ വാല്യൂ നമുക്കറിയാം 40 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി സമം എത്ര വരിക? 1.19 ഇൻറ്റു 40 അല്ലേ? നോക്കാം. സമം 0 4 9 36 6 ബാക്കി 3 1 4 4 3 7 ദെൻ 1 4 4. സോ ആൻസർ എന്ന് പറയുന്നത് 47.60 എന്ന് കിട്ടും. സോ എ ബി നമുക്ക് കിട്ടി. എ ബി സമം 47.60 മീറ്റർ ആണ് അല്ലെ? നമുക്ക് എ സി അല്ലേ വേണ്ടത്? അല്ലെ? ഈ എ ബിന്റെ കൂടെ നമുക്ക് എന്തുകൂടിയും കൂട്ടണം? ഈ ബി സി കൂടി കൂട്ടണ്ടേ? അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാല് 47.60 കൂടെ നമുക്ക് എന്തുകൂടി കൂട്ടണം? 1.75 കൂടി കൂട്ടണം. അപ്പോൾ 5 7 5 അല്ല 7 6 13 3 ബാക്കി 1 8 2 അല്ല 7 2 9 ഈ 4 അംഗത്തിന് 49.35 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, പക്ഷെ നമുക്ക് ഇതൊന്നുമല്ല വേണ്ടത്. നമുക്ക് ഹൈറ്റ് ഓഫ് ദി ടവർ ആണ് കിട്ടുന്നത്. ഹൈറ്റ് ഓഫ് ദി ടവർ അല്ലേ? ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് എ ഇയിൽ നിന്ന് എ സി മൈനസ് ചെയ്യണം. എ എന്ന് പറയുന്നത് നമുക്കറിയാം 70.95 ആണ്. അതിൽ നിന്ന് 49.35 മൈനസ് ചെയ്യണ്ടേ? ഇനി നോക്കാം. 5ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 0 ആണല്ലോ. 9ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 6 പോയിന്റ്. 70ൽ നിന്ന് 49 പോവാം. 70 49 പോയി കഴിഞ്ഞാൽ 21. സോ ആൻസർ ഈസ് 21.60 മീറ്റർ എന്ന് പറയുന്ന ഫൈനൽ ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. സോ ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് എത്രയാണ്? 21.60 ആണ്. ഹൈറ്റ് ഓഫ് ദ ഹിൽ എന്ന് പറയുന്നത് 70.95 ആണ്. ക്ലിയർ? ഓക്കെ, നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോയ് 1.5 meter tall standing at the edge of a canal sees the top of the tree at another edge at an angle of elevation of 80 degree. Stepping 50 meters back, he saw it at an angle of elevation 40 degree. How wide is the canal and how tall is the tree? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു 1.5 മീറ്റർ ഉയരമുള്ള ഒരു ചെറുക്കൻ 1.5 മീറ്റർ ഉയരമുള്ള ഒരു ചെറുക്കൻ എന്ത് ചെയ്യുന്നത്? ഒരു കനാൽ അല്ലെങ്കിൽ ഒരു തോടിന്റെ വക്കത്ത് പോയി നിൽക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിന്റെ അക്കരെയുള്ള ഒരു മരത്തിന്റെ മുകൾ ഭാഗം അവൻ ആദ്യം എത്ര ഡിഗ്രി എലവേഷനിൽ കണ്ടു? 80 ഡിഗ്രി എലവേഷനിൽ കണ്ടു. ഓക്കെ, 80 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ദെൻ അവൻ പുറകിലോട്ട് 15 മീറ്റർ ബാക്കിലേക്ക് നിന്നു. ഇപ്പൊ അവൻ നിൽക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നിന്നിട്ട് അവൻ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ എത്ര ഡിഗ്രിയിലാണ് കണ്ടത്? 40 ഡിഗ്രിയിലാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹൗ വൈഡ് ഈസ് ദ കനാൽ ആൻഡ് ഹൗ ടോൾ ഈസ് ദ ട്രീ? തോടിന്റെ വീതിയും മരത്തിന്റെ ഉയരവും കണക്കാക്കുക. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ചിത്രം വരുന്നത്. ആദ്യം ചിത്രം വരക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ചിത്രം വരച്ചിട്ടില്ലെങ്കിൽ അവിടെ മാർക്ക് പോവും. ചിത്രം വരക്കാൻ മാർക്ക് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക?
ആലോചിച്ച് മനസ്സിലാക്കി വരയ്ക്കുക. എനിക്കിപ്പോൾ ഇതിൽ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പേര് കൊടുത്തു എ ബി സി ഡി ഇ, സോറി ഇവിടെ ഇ ആണല്ലേ, ഓക്കെ, ഇ, ഇവിടെ എഫ് ആൻഡ് ലാസ്റ്റ് വൺ ജി എന്ന് പറയുന്ന ആൻസർ ഇവിടെ കൊടുത്തു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എ ജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 1.5 ആയ സ്ഥിതിക്ക് അപ്പുറത്ത് രണ്ടിടത്തും എന്ത് തന്നെ വരിക, 1.5 തന്നെയാണ് വരിക അല്ലേ. അതായത് കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 തന്നെയല്ലേ. നമുക്ക് എ ബി കണ്ടുപിടിക്കണം, അതേമാതിരി സി ബി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു എളുപ്പപ്പണിയുണ്ട്, അതൊന്ന് ആലോചിച്ച് വെക്കുക. നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ത്രികോണത്തിന്റെ പേര് ത്രികോണം എ സി ഡി എന്ന് പറയുന്ന ത്രികോണമാണ് പരിഗണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയും വരിക, ഈ കോൺ ഇവിടെ 80 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 180 മൈനസ് 80 എത്ര വരിക, 100 ഡിഗ്രിയാണ് വരിക അല്ലേ. ഇതൊരു വരയിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള കോണുകളല്ലേ, ഇത് രണ്ടുകൂടി കൂട്ടി എത്ര വരിക, 180 ആണ്. അപ്പോൾ ഈ 180 നിന്ന് ഈ കോണ് 80 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ കിട്ടും. കിട്ടില്ലേ? ദെൻ ഇവിടെ 100 ഡിഗ്രിയും ഇവിടെ 40 ഡിഗ്രിയും ആണെങ്കിൽ ഈ കോൺ എന്ന് പറയുന്നത് എത്ര വരിക, ഈ കോൺ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ് വരിക. ഓക്കെ, കാരണം ഇവിടെ 40 ഇവിടെ 100 ടോട്ടൽ എത്രയായി, 140 ആയി അല്ലേ. ഇനി 180 ആണ് ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ 180 നിന്ന് 140 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക, 40 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമായിട്ട് കിട്ടി. ഒരു ത്രികോണത്തിലെ 2 കോണുകൾ തുല്യമാണെങ്കിൽ അവയെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ് പേര് വിളിക്കുക, സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കും. ഇല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഐസോസിലസ് ട്രയാങ്കിളിന്റെ 2 കോണുകൾ മാത്രമാണോ തുല്യമായിട്ടുണ്ടാവുക? അല്ല. എന്തൊക്കെ തുല്യമായിരിക്കും, 2 കോണുകളും അതുപോലെ തന്നെ 2 വശങ്ങളും എന്താണ്, തുല്യമാണ് അല്ലേ. അപ്പോൾ ഇത് 15 മീറ്റർ ആണ് നമുക്കറിയാം. അപ്പോൾ മേലെയും എത്ര തന്നെ വരിക, 15 മീറ്റർ തന്നെയാണ് വരിക. അപ്പോൾ ഡി സി എന്ന് പറയുന്നത് 15 മീറ്റർ ആണെങ്കിൽ എ സി എന്ന് പറയുന്നതും 15 മീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടോ, ഞാൻ അതൊന്നും ഇവിടെ എഴുതി വെക്കാൻ പോവാണ്. ത്രികോണം എ സി ഡി ഞാൻ പരിഗണിച്ചു. ഇനി ഇവിടെ ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് 80 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിലെ തന്നെ ആംഗിൾ ഡി എ സിയും കൂടി നമുക്ക് കിട്ടണം. ഡി എ സി അതായത് ഈ മേലത്തെ കോണ് അത് എത്രയാണ് വരിക, 180 മൈനസ് 100 പ്ലസ് 40 അല്ലേ. ബാക്കി രണ്ടെണ്ണം കൂടി കൂട്ടിയിട്ട് 180 മൈനസ് ചെയ്യാം. അപ്പോൾ 180 മൈനസ് 140 കിട്ടും. 180 140 പോയി കഴിഞ്ഞാൽ 40 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ. ആയതുകൊണ്ട് നമുക്ക് താഴെ എഴുതാം, ട്രയാങ്കിൾ എ സി ഡി ഈസ് ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. ആയതുകൊണ്ട് അതിൽ 2 വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഏതൊക്കെയാണ് 2 വശങ്ങൾ, സി ഡി എന്ന് പറയുന്നതും എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 15 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വെറുതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമല്ല. നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ത്രികോണം എ ബി സി എന്ന് പറയുന്ന ഇവിടെ ഈ ചെറിയ ഈ റൈറ്റ് സൈഡിലുള്ള ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിന്റെ ഹൈപ്പോടെന്യൂസ് അവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എ ബിയും സി ബിയും കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ ട്രയാങ്കിൾ എ ബി സിനെ കൺസിഡർ ചെയ്തു. ഓക്കെ, എ ബി സി ആദ്യം നമ്മൾ എന്തെടുത്തു, സൈൻ 80 ഡിഗ്രി എടുത്തു. സൈൻ 80 ഡിഗ്രി സമം ഇതൊരു വശത്തിന്റെ പേര് എ ബി ആണ്, കർണത്തിന്റെ പേര് എ സി ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എ ബി ബൈ എ സി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലുണ്ടല്ലോ സൈൻ 80ന്റെ വില 0.98 ആണ് സമം എ ബി നമുക്കറിയില്ല, എ ബി നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. എ സി എന്ന് പറയുന്നത് 15 ആണ് നമുക്കറിയാം, അറിയില്ലേ. ഇതിൽ നിന്ന് എ ബി സമം എത്രയാണ്, 0.98 ഇൻറ്റു 15. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ആൻസർ കിട്ടില്ലേ. അപ്പോൾ നമുക്ക് 98നെ ഒന്ന് 15 കൊണ്ട് കുടിച്ചു നോക്കാം. കുടിച്ചു നോക്കിക്കൂടെ. I8 40 0 ബാക്കി 4, I9 45 45 4 49, 8 9 0 9 8 17 ബാക്കി 1 14 14.70 14.70 മീറ്റർ ഉയരമുള്ള മരമാണത്. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് എന്തെടുത്താൽ മതി, സൈനിന് പകരം അടുത്ത എന്തെടുക്കുക, കോസ് 80 ഡിഗ്രി എടുത്താൽ മതി. കോസ് 80 ഡിഗ്രി സമം സമീപ വശത്തിന്റെ പേരാണ് ബി സി അല്ലേ. കർണം അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസ് ആണ് എ സി.
ഓക്കെ ആണല്ലോ. ഇനി cos 9ന്റെ വില എന്ന് പറയുന്നത് 0.17 ആണ്. സമം ബി സി നമുക്കറിയില്ല, ബി സിനെ നമ്മൾ അങ്ങനെ നിർത്തി, എ സിന്റെ വില 15 ആണ് അല്ലേ. സോ ബി സി സമം 0.17 ഇൻറ്റു 15. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 17 ഇൻറ്റു 15 ചെയ്യണം വേണ്ടേ? 7 5 35 5 ബാക്കി 3, 1 5 5 3 8 7 1 5 8 15 5 ബാക്കി 1 2. സോ ആൻസർ ഈസ് എത്ര വരിക? 2.55 മീറ്റർ വീതിയുള്ളൊരു തോടാണത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ എന്താണ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ബൈ.